ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പുതിയ കുറച്ച് ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇപ്പോൾ ഒരു 7:30 സമയം. അപ്പോൾ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ, റെഡിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഉണ്ട് ഇന്ന്. അപ്പോൾ അമ്മൂന് ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അമ്മൂനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകാതിരിക്കണം. അപ്പോൾ പിന്നെ ആകപ്പാടെ ഒരു 5 ദിവസമൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ പോകാറുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നും അങ്ങനെ പോകാതിരിക്കേണ്ട, അമ്മൂനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നാലാണെങ്കിൽ അമ്മു അവിടെ നിന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഷ്ടമേ ഉള്ളൂ നമുക്ക് ജിമ്മിലേക്ക്. അങ്ങനെ ഞങ്ങൾ ജിമ്മിലെത്തി. അപ്പം രാവിലെ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഇവർ ഓപ്പൺ ആക്കുന്നത് കേട്ടോ. നമ്മളൊരു 8 മണി ആ സമയത്താണ് സാധാരണ പോകാറ്. അമ്മൂനെ സ്കൂൾ ബസ്സൊക്കെ വന്ന് അമ്മൂനെ കയറ്റി വിട്ടിട്ട് ഞങ്ങളങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അമ്മ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ അവിടെ എത്തി നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ലെഗിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ട്രെയിനർ, പുള്ളിയാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ചിറങ്ങുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഗിനൊക്കെ നല്ല പെയിനായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്ത ദിവസം വലിയ വേദന ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓരോ ദിവസം ഓരോ ബോഡി പാർട്ട് വെച്ചായിരിക്കും നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻ വരും കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ വെയിറ്റ് ഇടാതെയൊക്കെയാണ്, ഞാൻ ഒട്ടും വെയിറ്റ് ഇല്ലാതെയാണ് കൂടുതലും ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം എന്നാലും എനിക്ക് വെയിറ്റ് ഇല്ലാതെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തെടുക്കാൻ. പക്ഷേ എന്നാലും നമുക്ക് ആദ്യം ചെയ്തു വരുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്കിത് എന്താ പറയുക, അത് ഒരു ദിവസം ജിമ്മിൽ പോയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് വർക്കൗട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ എപ്പോഴും ഉറക്കം വരുന്ന ഒരു ഫീലും, ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ, വെറുതെ ഫോൺ നോക്കി അങ്ങനെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഫുൾ ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ജിമ്മിൽ പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കൈക്കൊക്കെ ചെറുതായിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ പെയിൻ ആയി തുടങ്ങിയായിരുന്നു. എന്താണെന്നറിയില്ല, വെറുതെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഒരു കട്ടുകിഴക്കൽ പോലെ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ ജിമ്മിൽ പോകാം എന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ ജിമ്മ് പുതിയതായിട്ട് ഇപ്പോൾ ഒരു ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാൻ കുറച്ച് ലേറ്റായി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോകുന്നത് വിചാരിച്ചത്. വേറൊരു ജിമ്മും ഉണ്ട് നമ്മുടെ അടുത്ത്, പക്ഷേ അവിടെ കുറച്ചും കൂടെ തിരക്ക് കൂടുതലാണ്, ഇത്ര സ്പേഷ്യസ് ഒന്നുമല്ല. ഇത് പിന്നെ അധികം തിരക്കില്ല കേട്ടോ, എന്നാലും ആൾക്കാരുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറി. അപ്പോൾ അമ്മൂന് ആവശ്യമുള്ള എന്തൊക്കെയോ തപ്പിത്തെറിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു കേടൊക്കെ എടുത്തായിരുന്നു, മറ്റേ എന്താ പറയുക, നമ്മുടെ ഫ്ലേവറുള്ള ഫ്രൂട്ട് കേട് അതെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ചായ കൂടി അങ്ങനെ സാധാരണ ഇല്ല. അപ്പം ഇന്നിപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും മതി, അമ്മൂന് വേണ്ട. അപ്പോൾ അങ്ങനെ കേട് അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. സ്ട്രോബെറി ആയിരുന്നു മേടിച്ചത്, അതിൻ്റെ ഫ്ലേവർ. അപ്പം അമ്മു അത് കഴിക്കട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അമ്മൂന് ചെറുതായിട്ടൊരു ജലദോഷവും ചുമയൊക്കെ ചെറിയ രീതിയിലുണ്ട്, വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഇപ്പം ഇന്നൊക്കെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അമ്മ അത് വലിയ തണുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അമ്മൂനോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കൂടെ വെച്ച് കേട്ടോ. അപ്പം ചായക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഷുഗറൊക്കെ മാക്സിമം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല. എനിക്കെന്തോ ചായ അത് തന്നെ ചായ കുടിക്കുമ്പോൾ, എനിക്ക് പാല് കുടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര വീസിങ് പോലെയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പല കാരണങ്ങളുണ്ട് നമ്മൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതിന്. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും എനിക്ക് ഫാറ്റ് ചെറുതായിട്ടുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അവരവിടെ നിന്ന് ചെക്ക് ചെയ്യില്ല. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ കൈക്കൊക്കെ ഇന്ന് നല്ല വേദനയായിട്ട്, ഈ സൈഡിലായിട്ട് നല്ല മസിൽ പെയിൻ ആയിരിക്കും കേട്ടോ നമുക്ക്.
അത് പക്ഷേ നമ്മൾ 2 ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാളെയൊക്കെ ചെന്ന് അടുത്ത സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആകും. അപ്പോൾ നമ്മൾ പെയിനാന്ന് പറഞ്ഞാലും ചില ദിവസം നമുക്ക് കാലും കൈയൊന്നും അനങ്ങുക പോലുമില്ല കേട്ടോ, എന്നാലും നമ്മൾ എഴുന്നേറ്റ് പോകും. കാരണം ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്കത് വീണ്ടും നമുക്ക് അങ്ങനെ വേദന ഇപ്പോൾ ഇന്ന് വേദന ഉണ്ടെങ്കിൽ നാളെ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും വേദന കുറയും. പിന്നെ അത് ചെറിയൊരു വേദന എന്തായാലും ഉണ്ടാകും, എന്നാലും നമുക്ക് വലിയ വേദനകളോ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന വേദനയൊന്നുമില്ല, അതൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ മുടങ്ങാതെ തന്നെ പോകാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചായ ഇട്ടു. ഈ ജിമ്മിലൊക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായയൊക്കെ മധുരമൊക്കെ ഇട്ട് കുടിക്കുക എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു പ്രത്യേക എനർജി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ആ കേടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചായയും കുടിച്ചു. ഞങ്ങൾ മുട്ടയും കൂടെ കഴിക്കും. അമ്മുന് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഓട്സ് ആട്ടോ കഴിക്കുന്നത് രാവിലെ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഓട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ചോറ് തന്നെ കഴിക്കാറ്, എനിക്ക് ചോറല്ലാതെ പറ്റൂല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി. അപ്പം ലീവൊക്കെ ആണല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ, അല്ലെങ്കിൽ അമ്മ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന്. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജിമ്മൊക്കെ കഴിഞ്ഞ് റെഡിയായി വരുന്നപ്പോൾ തന്നെ 11:30 ആകാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്കമാലിയിൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തൊരു സൽക്കാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം പൊതുവേ അവിടെ ഉച്ച സമയത്ത് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ലീവും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവർക്ക് അവിടെ അപ്പുറത്ത് പാർക്കിംഗ് ഒക്കെ ഉണ്ട് താഴെ. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് വണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ആദ്യം നമുക്കറിയില്ലായിരുന്നു ഇവർക്ക് പാർക്കിംഗ് താഴെയുള്ള കാര്യം. നമ്മൾ 1-2 പ്രാവശ്യം ഇവിടെ വരുമ്പം പാർക്കിംഗ് ഇവർക്ക് ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ച് നമ്മൾ പാർക്കിംഗ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ പാർക്കിംഗ് ഇല്ലാത്തപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താഴെയുണ്ട് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുകളിലിടുന്നേ കഴിഞ്ഞാൽ താഴെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെയാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും നമ്മൾ ചെന്നില്ലെന്ന് പാടെ പേരൊക്കെ പറഞ്ഞ് അവരെ സ്പേസ് അനുസരിച്ച് നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സീറ്റൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് സാറ്റർഡേ സൺഡേ ഇറച്ചിച്ചോറ് ഇവരുടെ ഫേമസ്. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയതൊരു ഫ്രൈഡേ ആട്ടോ. അപ്പോൾ അവർക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് അറിയുന്നത് സാറ്റർഡേ സൺഡേ മാത്രമേ അവർക്ക് അതുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ഇവരുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് 2 ചിക്കൻ ബിരിയാണി പിന്നെ അൽഫാമാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഹാഫ് ബിരിയാണി അത്യാവശ്യം നല്ല പോർഷനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇപ്പം നല്ല വെയിലാട്ടോ, പുറത്ത് നല്ല ചൂടും. പിന്നെ നമ്മൾ ലീവൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വെറുതെ പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഭക്ഷണം കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ കുറച്ച് അതിലേക്ക് നമ്മൾ തിരിച്ചു പോരുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകുന്നതൊന്നുമില്ല കേട്ടോ. അമ്മൂന് എന്താണെന്നറിയില്ല, അമ്മൂന് ലീവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്. പിന്നെ വീട്ടിൽ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും എതിലേലും ഒന്ന് പോയിട്ട് ജസ്റ്റ് അവൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് അതിലേക്ക് എങ്ങും പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളങ്ങനെ സൽക്കാരയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പോൾ നമ്മളിത് ആലുവ പാലത്തിൻ്റെ അവിടെ എത്തി. അതുവഴി നമുക്കിങ്ങ് വീട്ടിലേക്ക് പോരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നല്ല ചൂടാണ് കേട്ടോ പുറത്ത്, അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ജ്യൂസ് കുടിക്കുന്നത് ശരിക്കും കാക്കനാട് ഭാഗത്ത് ജ്യൂസി അവിടെ നിന്നാണ് നമ്മൾ സാധാരണ കുടിക്കാറ്. പക്ഷേ നമ്മൾ ഈ വഴി വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നേരെ വീട്ടിലേക്ക് എത്താമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ കാക്കനാട് ഭാഗത്തേക്ക് പോയില്ല. അതുകൊണ്ട് പിന്നെ ജ്യൂസൊക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായാലും വിചാരിച്ചു വീട്ടിൽ ചെന്നിട്ട് ഒരു ചായയും കൂടെ ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പം എന്തായാലും ചായയൊക്കെ പതുക്കെ നിർത്തണം, കാരണം അതിനകത്തൊക്കെ നല്ല രീതിയിൽ ഷുഗറൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ അത് ചായയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ എല്ലാം നിർത്തിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒന്ന് ബേക്കറി കയറി അമ്മൂന് 1-2 സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വന്നൊന്ന് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് നമുക്കൊരു സിനിമ കാണാനുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫിലിപ്സോ അങ്ങനെ എന്താ പറഞ്ഞൊരു മുകേഷിൻ്റെ പടം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിരുന്ന് കണ്ടു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി 8 മണി ഒക്കെ ആയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.